12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരബിംബത്തിൽ ചന്ദ്രൻ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരബിംബത്തിൽ ചന്ദ്രൻ. ദൈവതിരുനാമത്തിന് മൗതം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കേണ്ട ചില ചിന്തകൾ പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, അനുസരണം. മാതാവ് എപ്പോഴും അനുസരണമുള്ളവളായിരുന്നു. മറിയം പറയുന്നു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഗബ്രിയേൽ ദൂതൻ മുഖേന അറിയിച്ച ഈ ദൈവവചനത്തെ അവൾ വിശ്വസിച്ചു, തന്റെ ജീവിതം ദൈവത്തിൽ സമർപ്പിച്ചു. അതുപോലെ നമുക്കും ദൈവവചനത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യാം. രണ്ടാമതായി, സ്നേഹം. മാതാവായ മറിയം സ്നേഹത്തിന്റെ ഒരു മാതൃകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ കാനായിലെ കല്യാണത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അവിടെ ആ കുടുംബത്തോടുള്ള അതിയായ സ്നേഹവും കരുണയും നമുക്ക് കാണാം. ആ കുടുംബത്തിന്റെ കുറവ് പരിഹരിക്കുന്നതിനു വേണ്ടി അമ്മ യേശുവിനെ പ്രേരിപ്പിക്കുന്നു. യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആ കുടുംബത്തെ രക്ഷിക്കുന്നു. ആ മാതാവിന്റെ സ്നേഹവും കരുണയും അവിടെ കാണുന്നതുപോലെ നമുക്കും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയട്ടെ. അതുപോലെ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സ്നേഹവും കരുണയും പ്രദർശിപ്പിക്കാൻ മാതാവായ മറിയത്തെ പോലെ ആകാം. മൂന്നാമതായി, പ്രാർത്ഥനയുടെ ശക്തി. മാതാവായ മറിയത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. യേശുവിന്റെ ജനനസമയത്തെ ഗബ്രിയേൽ ദൂതൻ മാതാവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വസിക്കുന്നതായും അവൾ ദൈവപുത്രനെ പ്രസവിക്കുന്നതായും അറിയിച്ചു. പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. ഇന്നത്തെ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. അവളുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾക്കായി നാം എല്ലായ്പ്പോഴും അമ്മയെ സമീപിക്കാം. ഈ തിരുനാളിലൂടെ 3 പ്രധാന സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ പകർത്താം: അനുസരണം, സ്നേഹം, പ്രാർത്ഥന. ഇവയിലൂടെ നമുക്ക് ആത്മീയമായി വളരാനും ദൈവത്തോടൊത്ത് അടുപ്പം നേടാനും കഴിയട്ടെ. കാരുണ്യവാനായ ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി.